നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനും കുറച്ചു കാലം ദേവസ്വം മന്ത്രിയായിരുന്നു കേരളത്തിൽ. 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സീസണിൽ 14 തവണയാണ് ശബരിമല സന്നിധാനത്ത് കയറിയിട്ട് നമ്മൾ റിവ്യൂ പ്രവർത്തനങ്ങൾ നടത്തിയത്. സീസണിന് മുമ്പേ ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളതാണ്. അതിനൊരു സിസ്റ്റം ഉണ്ട് കേരളത്തിൽ. സ്റ്റേറ്റ് സർക്കാർ മോണിറ്റർ ചെയ്യുന്ന എല്ലാ ഏജൻസികളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കോർഡിനേറ്റിംഗ് എഫേർട്ട്, ആ എഫേർട്ടിന് അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അവർക്ക് ഈ സ്വർണ്ണക്കടത്തുകാരെ രക്ഷിക്കാനും അത് കവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നില്ല. പ്രവൃത്തി ചെയ്യാൻ അവർക്ക് എവിടെയായിരുന്നു സമയം? ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് കംപ്ലീറ്റ്ലായിട്ടുള്ള ഉത്തരവാദിത്വമായിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് മതിയായ സൗകര്യം ഒരുക്കി കൊടുക്കും. ഇന്നത്തെ കാഴ്ച എന്താണ്? എന്ത് ദയനീയമായ കാഴ്ചയാണ് ഇത്! പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെൻറ് നിരുത്തരവാദിത്വമായ സമീപനം കൊണ്ടുണ്ടായതാണ്. അതുമാത്രമല്ല, സ്വർണ്ണക്കടത്ത് മൂലം ഉണ്ടാക്കിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തെ അവരെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തതിനുകൊണ്ടുണ്ടായ സാഹചര്യമാണ്. ശബരിമലക്ക അതൊരു വിചിത്രമായ അത് ഇലക്ഷൻ കമ്മീഷനാണ് മറുപടി. അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഉണ്ടാവാറില്ല. ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് 4-5 മാസം മുമ്പേ തുടങ്ങും ഇതിൻ്റെ പ്രിപ്പറേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം. എത്ര റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട്? എത്രയോ റിവ്യൂ മീറ്റിംഗ്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിങ്ങുകൾ, ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിങ്ങുകൾ, എല്ലാ ഏജൻസികളെയും ഒന്നിച്ചുകൂടി റിവ്യൂ നടത്തുന്ന ഇപ്രാവശ്യം അതൊന്നും നമ്മൾ കണ്ടില്ല. എവിടെയും കണ്ടോ? അവർക്കതിനുള്ള തിരക്കില്ലായിരുന്നു, സമയമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇലക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കെടുകാര്യസ്ഥതയും അതല്ലെങ്കിൽ സ്വന്തക്കാരുടെ അഴിമതി മറച്ചു വെക്കാനുള്ള വ്യഗ്രതയും മൂലം ഉണ്ടാക്കിയിട്ടുള്ള പിടിപ്പുകേടാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. അതിന് അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം, വേറെ ആർക്കുമല്ല ഉത്തരവാദിത്വം. ആ തെറ്റായ കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ യോഗം ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എന്തിനാ യോഗത്തിൻ്റെ പ്രശ്നം? ഇലക്ഷൻ എപ്പോഴാണ് അനൗൺസ് ചെയ്തത്? ഇലക്ഷൻ അനൗൺസ് ചെയ്ത് ഒരാഴ്ചയില്ലായുള്ളൂ. ഒരാഴ്ച കൊണ്ടാണോ ഈ തയ്യാറെടുപ്പ് നടത്തേണ്ടത്? നിങ്ങൾ എന്ത് വാചകം പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാഴ്ചയാണ് ഇലക്ഷൻ അനൗൺസ് ചെയ്ത്. നവംബർ 10-ാം തീയതിയാണ് ഇലക്ഷൻ അനൗൺസ് ചെയ്തത്, അല്ലേ? ഇന്നിപ്പോൾ 18, ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ച കൊണ്ടാണോ ശബരിമല ഒരുക്കങ്ങൾ നടത്തേണ്ടത്? അതെന്തൊരു ന്യായമാണിപ്പോൾ? സംശയം എന്താ? അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒഴിവുകൾ പറഞ്ഞവർ ഒഴിയല്ല വേണ്ടത്. ഇനിയെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പ് നടത്തുകയാണ് വേണ്ടത്. ആരെങ്കിലും പഴിചാരി രക്ഷപ്പെടുകയല്ല വേണ്ടത്. ഇത് നമ്മൾ തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കർണാടകത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്ന ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. അതവർ ചെയ്യുന്നതിൽ ഉത്തരവാദിത്വപരരഹിതമായി പെരുമാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം.